കേരളമെന്ന ചെറു രാജ്യം, നമുക്ക് അങ്ങനെ പറയാം, നമ്മുടെ രാജ്യമെന്ന് 20 ലോക്സഭാ മണ്ഡലങ്ങൾ, തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്നൊക്കെ നമുക്കിങ്ങനെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാം. അതിശക്തമായ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അതെ, പാലക്കാടൊക്കെ 44 ഡിഗ്രി വരെ പോകുന്നു. ഇലക്ഷന്റെ ചൂട് 100 ഡിഗ്രിയിലും മുകളിലേക്ക് കയറി കഴിഞ്ഞു. മറ്റ് ഒരു മുൻ തെരഞ്ഞെടുപ്പുകളും ഇല്ലാത്ത ആവേശവും ഉത്കണ്ഠയും രാഷ്ട്രീയ അപവാദങ്ങളും നുണപ്രചരണങ്ങളും ഒക്കെ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വളരെ വലുതായി പ്രതിഫലിക്കുന്നു. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ, അങ്ങനെയൊക്കെ. എന്തായാലും നമുക്ക് സാർ 20 മണ്ഡലങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കാം. ഇത് നമ്മുടെ അഭിപ്രായമല്ല, ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ ഈ 20 ഇടങ്ങളിൽ നിന്നും ഏകദേശം തുല്യമായി സമ്പാദിച്ച് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു സർവേ റിപ്പോർട്ടാണ്. ചാനൽ 91 ന്യൂസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് മുന്നണി വിജയിക്കും? കേന്ദ്രത്തിൽ വരുമ്പോൾ 2 മുന്നണി ഒന്നാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനും ഒരു വ്യത്യസ്തമായ തലം ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന 2 നേതാക്കൾ, ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ്, അടുത്ത ആൾ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ 2 പേരും നേർക്കുനേർ മത്സരിക്കുകയാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും. അപ്പോൾ ഇവിടെ ഈ 20 മണ്ഡലങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് നേരത്തെ സാർ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ അനുഭവമാണ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലുള്ളത്. അതിനകത്തൊരു പ്രധാന ഘടകം 2 മുന്നണികളും BJP ഭയപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും BJP പിടിക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ടൊക്കെ പറയായിരുന്നു നിർണായകമായ ശക്തിയാണ്, നിർണായകമായ ശക്തി എന്ന് പറയുമെങ്കിലും BJP ആരും അത്രയ്ക്ക് അങ്ങോട്ട് ഭയന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല, BJP കേരളത്തിൽ കാര്യമായി ഭയപ്പെടേണ്ട സാഹചര്യം. പ്രത്യേകിച്ച് ക്രിസ്തുമത വിശ്വാസികളുടെ BJPയോടുള്ള ഒരടുപ്പം, അതിനെ അട്ടിമറിക്കാനും അതിനെ മാറ്റിമറിക്കാനും ഒക്കെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണിയും വലതുമുന്നണിയും നടത്തിയെങ്കിലും വേണ്ടത്ര ഫലപ്രാപ്തി ഉണ്ടായില്ലെന്നാണ് നിലവിൽ ഇപ്പോൾ കാണുന്ന സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മണിപ്പൂർ വിഷയമൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമായിട്ട് പ്രയോഗിക്കാൻ പരിശ്രമം നടത്തി നോക്കി. ഭേദഗതി ബില്ല് കൊണ്ടുവന്നു, 370-ാം വകുപ്പൊക്കെ മാഞ്ഞുപോയി. അങ്ങനെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി, അതൊന്നും കാര്യമായിട്ട് ഏഷ്യയിലെന്ന് തന്നെയല്ല, ക്രിസ്ത്യൻ സഭ BJPയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്രിസ്തുമതത്തിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ള പല നേതാക്കളും, ഇപ്പോൾ PC ജോർജ് ഉൾപ്പെടെ BJPയിലേക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ വേണ്ടാന്ന് വെച്ച് പോയി. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ നേതൃത്വത്തിലിരുന്ന ഒരാൾ ആ പാർട്ടിയെ തന്നെ പിരിച്ചു വിട്ടിട്ട് പോയി BJPയിൽ ചേരുകയും സഭയെ BJPയോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പം തന്നെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദം, യോഗ്യനാണെന്നൊക്കെ അത് കാച്ചിക്കളഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ മാധ്യമങ്ങളാ കുഴപ്പമുണ്ടാക്കിയത് ഞങ്ങളല്ല, ഞാൻ പറഞ്ഞതല്ലെന്നൊക്കെ പറയുന്നത്. എന്തായിക്കോട്ടെ, എന്തായാലും ഒരു കാര്യം വ്യക്തം, കേരള രാഷ്ട്രീയത്തിൽ BJP അതിനിർണായകമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പോടെ ഉറപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് 2 മുന്നണികൾക്കും ബോധ്യമുണ്ട്. UDF LDF മുന്നണികൾ രൂപം കൊണ്ടത് 1980 മുതൽ നടന്ന 11 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണ UDF മുന്നിലെത്തി. 11-ൽ 8, 2 തവണ LDF, 1 തവണ 1996 തുല്യമായി എത്തപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കാസർഗോഡ് നിന്ന് ആരംഭിക്കാം. സർ, കാസർഗോഡ് UDFന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താണ്. സിറ്റിംഗ് MP ആണ്. ജനകീയനാണ്. മണ്ഡലത്തിന്റെ പൊന്നോമന പുത്രനാണ്. സർ, അവിടെ MV ബാലകൃഷ്ണൻ LDFന്റെ CPM സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വനിയാണ്. സർ, നമ്മുടെ സർവേ പ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താനായിരിക്കും മുന്നിട്ട് ഇപ്പോൾ നിലവിൽ സാധ്യത. സാറിന് എന്ത് തോന്നുന്നു? അതിനുള്ള സാധ്യത ഉണ്ട്. അതിന് കാരണം ബാലകൃഷ്ണൻ മാഷിനെ സംബന്ധിച്ച് ബാലകൃഷ്ണൻ മാഷ് ഒട്ടും മോശം സ്ഥാനാർത്ഥിയല്ല, നല്ല കാൻഡിഡേറ്റാണ്. കാസർഗോഡിൻ്റെ സുപരിചിതനാണ്, കാസർഗോഡിൻ്റെ സ്പന്ദനം അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷേ അവിടെ ഈ അതിഥി ചെന്നിട്ട്, അതിഥി എന്നാണല്ലോ പറയാൻ, തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തിരുവനന്തപുരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, അവിടെ നിന്ന് കഴിഞ്ഞ 2019 എത്തുകയും കാസർഗോഡ് എത്തുകയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സ്വാധീനം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു
പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ്. നല്ല ശതമാനം വോട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഓളം ചെറുതല്ല. പക്ഷേ ബാലകൃഷ്ണ മാഷ് വരുമ്പോൾ അത് കഴിഞ്ഞ തവണത്തെ അത്ര ഈസി അല്ല. കഴിഞ്ഞ തവണ കുറച്ചുകൂടെ വേഗം കൂടി, ജയത്തിന് വേഗം കൂടി. പക്ഷേ അദ്ദേഹം വന്നതോടുകൂടി അതല്ല. ഒന്ന്, രണ്ട്, അശ്വനി പിടിക്കുന്ന വോട്ട് ഉണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ BJP-യിലേക്ക് പോകുന്ന വോട്ടിൻ്റെ ശതമാനം 2019 മുമ്പ് വരെ കോൺഗ്രസിൻ്റെ മാത്രമായിരുന്നു. അതെ, കോൺഗ്രസിൻ്റെ വോട്ടേ BJP-ക്ക് പോവുള്ളായിരുന്നു. കാരണം അവർ പണ്ട് കോലീബി സഖ്യമൊക്കെ ഉണ്ടാക്കി, ഓർമ്മയില്ലേ? അപ്പോൾ ഇവർ തമ്മിലൊരു ചെറിയൊരു അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാരെങ്കിലും, പക്ഷേ അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള കോൺഗ്രസ്സുകാരുടെ വിരോധവും സ്ഥായിയായ ജന്മനാ ഉള്ള ഒരു ശത്രുത നിലനിൽക്കുക, ജന്മശത്രുക്കളാണ്. അപ്പോൾ ഒരിക്കലും ആ ചുവപ്പിനോടും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തോടും പൊരുത്തപ്പെടാൻ പറ്റാത്ത കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസിനോടുള്ള എതിർപ്പ് അവരെന്ത് ചെയ്യും, നേരെ BJP-ക്ക് കൊണ്ട് താമരയിലിടിക്കും. അപ്പം അങ്ങനെ വന്നിരുന്നു. അത് 2019 വന്നപ്പോൾ ശബരിമല വിഷയം കൂടെ വന്നപ്പോൾ അതിൻ്റെ ആർജവം കൂടി. അതെല്ലാം കൂടെ വെച്ച് നോക്കും. ഇപ്പോൾ അതേ സമയത്ത് CPM-ൻ്റെ വോട്ടുകളും BJP-ക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ്, 19 ആലപ്പുഴ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അവിടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയ വോട്ടുകൾ അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, CPM-ന്റെ ഭാഗത്തുനിന്നും വോട്ടുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. സാർ, അതുപോലെയാണ് ആറ്റിങ്ങൽ സമ്പത്തിനെ വീഴ്ത്തിയത്. അത് നേരത്തെ പറഞ്ഞത് അത് CPM വോട്ടുകളാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ നല്ലൊരു ശതമാനം, ഉണ്ണിത്താൻ്റെ വോട്ടുകൾ അശ്വിനിക്ക് പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനോടൊപ്പം CPM വോട്ടുകളും അശ്വിനി പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്ര സ്മാർട്ട് ഒരു കഴിവുള്ള സ്ഥാനാർത്ഥിയാണ്. മണ്ഡലത്തിലെ ജനങ്ങൾ, സ്ത്രീകളും യുവജനങ്ങളും കുറച്ച് അവരെ ആകർഷിക്കാൻ അശ്വിനിക്ക് പറ്റി എന്നാണ് നമ്മുടെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാമത് നമുക്ക് അപ്പോഴും ഉണ്ണിത്താൻ്റെ കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മുടെ സർവേ അനുസരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനാണ് സാധ്യത. വലിയൊരു മാർജിൻ ഉണ്ടാവില്ലെങ്കിൽ പോലും. അതെ. ഇനി നമ്മൾ ഈ രാഷ്ട്രീയ ഒരു ഏറ്റവും തീവ്രമായ രാഷ്ട്രീയ മണ്ണാണ് കണ്ണൂർ. അത് അസാമാന്യമായ പാർട്ടി ഗ്രാമങ്ങൾ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ബോംബൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതെ, അത് പാർട്ടിയിൽ ബോംബുണ്ടാക്കാൻ വിദഗ്ധരുള്ള ലോകത്തിലെ ഏക സ്ഥലം കണ്ണൂരായിരിക്കും. സർ, കണ്ണൂരിൽ സിറ്റിംഗ് MP ആയ K. സുധാകരനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. KPCC പ്രസിഡന്റാണ്. CPM-ന്റെ MV ജയരാജനെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. കരുത്തനായ സ്ഥാനാർത്ഥിയാണ്, അതിശക്തനാണ്. പോലീസ് സ്റ്റേഷൻ പോലും പൊളിച്ച് സ്വന്തം അണികളെ ഇറക്കിക്കൊണ്ടുപോകാൻ പോകുന്ന അത്രയും ശക്തിയാണ്, പ്രാപ്തനാണ്. അതൊരു നല്ല കാര്യമായിട്ടല്ല നമ്മൾ പറയുന്നതെങ്കിൽ പോലും. BJP-യുടെ C. രഘുനാഥാണ് കാണുന്നത്. സാർ, സർവേഫലം ആദ്യമേ തന്നെ പറയാം, K. സുധാകരന്റെ വിജയം അവിടെ സുനിശ്ചിതമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ സർവേഫലം വ്യക്തമാക്കുന്നത്. അതിന്റെ കൂടെ ഇപ്പോൾ നടന്ന ഈ അടിക്കാനൊരു വടിയോടെ UDF-ന് കൊടുത്തു CPM-കാർ ഈ ബോംബ് നിർമ്മാണം. ഈ സമയത്ത് അത് ആവശ്യമില്ലായിരുന്നു. കേരളം വളരെ സമാധാനമായിട്ട് ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടെ, അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു അസാരസ്യം ഉണ്ടാക്കാൻ, ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല, അത് പെട്ടുപോയതാണ്. അത്തരം നിർമ്മാണം ഈ ഒരാളുടെ മരണമില്ലായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ബോംബുകൾ അവിടെ നിർമ്മിക്കുമായിരുന്നു. അറിയില്ല സാർ, അതിൽ പറ്റിയത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പച്ചക്കള്ളമായതുകൊണ്ട് അതിങ്ങനെ കേരളത്തിലെ ഈ നിഷ്പക്ഷരായ ജനത അതിനെ വളരെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നിഷ്പക്ഷരായ വോട്ടർമാർ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നു. അതിനകത്ത് CPM-ന്റെ അണികളുടെ ഇടയിലും വളരെയേറെ ആശങ്കയും അസ്വസ്ഥതയും സൃഷ്ടിക്കപ്പെട്ടു. UDF-ന് അതൊരു നല്ലൊരു അടിക്കാനുള്ള വടിയായിട്ട് ഉപകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇവിടെ ഈ കണ്ണൂരിൽ നമുക്കറിയാം, ഈ കണ്ണൂരിൽ യഥാർത്ഥത്തിൽ ബോംബ് ഉണ്ടാക്കുന്ന ആരെന്നും അത് ആർക്കെതിരെ പ്രയോഗിക്കാനാണ് നമുക്ക് ഈ CPM-ന്റെ സംസ്ഥാന നേതാക്കൾക്ക് അറിയാം. പക്ഷെ ഇവർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു കണ്ണൂരിലെ അണികളിൽ ഒരു വിഭാഗം, എല്ലാമില്ല, CPM-ന്റെ അണികളിൽ ഒരു വിഭാഗം പാർട്ടി നിയന്ത്രണത്തിലല്ല പോകുന്നത്. ഒരിക്കലും അല്ല. അത് അവരുടെ ഒരു നേതാവുണ്ടാവും, ഒരു പ്രാദേശിക തലത്തിലായാലും ആ പാർട്ടിയുടെ പൊതു തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാക്കുക. പാർട്ടി നിസ്സഹായരാകുന്നുണ്ട്. അതാണ് കൃത്യമായ വാക്ക്. കാരണം പാർട്ടിയുടെ പല രഹസ്യങ്ങളും ഇവർക്ക് അറിയാം. ഇവരെ ഒരു പരിധി വരെ മാത്രമേ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ. പിണക്കാൻ പറ്റില്ല. അത് അവിടെ എന്തായാലും കണ്ണൂർ K. സുധാകരൻ തന്നെയാണ് എന്നാണ് നമ്മുടെ സർവേഫലം, ചാനൽ 91 ന്യൂസിന്റെ സർവേഫലം പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമതായി വരുന്നത് വടകരയാണ്.
വടകര ഷാബി പറമ്പിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കെ ശൈലജ ടീച്ചർ CPM-ന് വേണ്ടി മത്സരിക്കുന്നു. പ്രഫുൽ കൃഷ്ണൻ BJP-ക്ക് വേണ്ടി മത്സരിക്കും. സർവേ ഫലം അനുസരിച്ച് നേരിയ മാർജിനിൽ ഷാബി പറമ്പിലിനാണ് വിജയ സാധ്യത കാണുന്നത്. വലിയ മാർജിൻ കാരണം ഇല്ല. RMPയുടെ സജീവമായ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. രമ ഷാഫിക്ക് വേണ്ടിയിട്ട് പരസ്യമായിട്ട് തന്നെ രംഗത്തുണ്ട്. അവിടെ തന്നെയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും മുരളീധരന് കിട്ടിയ അത്രയും ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഷാഫി പറമ്പിൽ വിജയിക്കും, നേരിയ മാർജിനിൽ വിജയിക്കുമെന്നാണ് നമ്മൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ TP ചന്ദ്രശേഖരൻ വധം മനസ്സുകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. മറ്റൊന്ന് വ്യക്തമായിട്ടുള്ള ഇസ്ലാമിക വോട്ടുകളുടെ ധ്രുവീകരണം അത് ഷാഫി പറമ്പിൽ അത് UDF അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഷാഫിയെ കൊണ്ടുവരാൻ കാരണം. കൃത്യമായി. നാലാമതായി എത്തേണ്ടത് കോഴിക്കോടാണ്. കോഴിക്കോട് MK രാഘവൻ മാസ്റ്ററാണ് UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഇളമരം കരീം CPM, MT രമേശാണ് BJPയുടെ സ്ഥാനാർത്ഥി. സാർ, ഈ കോഴിക്കോട് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സർവേ ഫലം MK രാഘവൻ മാസ്റ്റർ അനുകൂലമാണ്. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? അതെ, രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അവിടെ ഇളമരം കരീം സഖാവിന് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച് അട്ടിമറിക്കാനും സാധിക്കില്ല. പക്ഷെ മാർജിൻ ഒന്ന് കുറയ്ക്കാൻ പറ്റും. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് ഭൂരിപക്ഷം താഴ്ത്താവുന്നല്ലാതെ രാഘവൻ മാഷിനെ പരാജയപ്പെടുത്താനും സാധിക്കില്ല. പിന്നെ MT രമേശ് നല്ല വോട്ട് പിടിക്കും. MT രമേശ് നല്ല കാൻഡിഡേറ്റാണ് BJPയുടെ. എന്ന് അങ്ങനെ വന്നാൽ പോലും BJPക്കാർക്കും ഇഷ്ടമുള്ള ഒരാളാണ് രാഘവൻ മാസ്റ്റർ. അദ്ദേഹം സ്വാധീനമുണ്ട്. ആര് എന്ന് എന്ത് പറഞ്ഞാലും അപ്പം തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് ആ കാര്യം സാധിച്ചു കൊടുക്കാൻ മുന്നേ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് രാഘവൻ മാസ്റ്റർ വിജയം തന്നെ ആയിരിക്കും അവിടെ സുനിശ്ചിതമായിരിക്കും എന്നാണ് എനിക്കും അഭിപ്രായം. അങ്ങനെയാണ് നമ്മുടെ സർവേ ഫലം തെറ്റാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. അഞ്ചാമത് വയനാട്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടിയും ആനിരാജ CPIക്ക് വേണ്ടിയും, സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയ സുരേന്ദ്രൻ BJPക്ക് വേണ്ടിയും മത്സരിക്കുന്നു. അതിപ്പോൾ സാർ വിലയിരുത്തലുകൾക്കും അപ്പുറം രാഹുൽ ഗാന്ധിയുടെ വിജയം സർവേ റിപ്പോർട്ട് അനുസരിച്ച് വിജയമുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം വളരെ അധികം താഴേക്ക് വരും എന്നുള്ളതാണ് ജനകീയ അഭിപ്രായം. BJPയുടെ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാതെ ഒരു ഉത്കണ്ഠയിൽ നിർത്തിയാണ് BJP നേതൃത്വം പോയത്. അതെനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ് താഴ്ത്തി കൊണ്ടുവരണം. അതിനുള്ള വിദ്യ എന്താണെന്ന് അവർ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അത് തന്ത്രം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം സുരേന്ദ്രൻ്റെ വരവോടുകൂടി നമ്മുടെ ഈ 8 സ്ഥാനാർത്ഥികളുടെ 50% മുകളിൽ വോട്ട് നേടിയ കഴിഞ്ഞ 19 സ്ഥാനാർത്ഥികൾ അവരുടെ അവലോകനത്തിൽ വന്നപ്പോഴും 64.64% രാഹുൽ ഗാന്ധി പിടിച്ച വോട്ടുകൾ കഴിഞ്ഞ തവണ. വലിയ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ ഇത് വിലയിരുത്തിക്കൊണ്ടാണ് അവിടെ സുരേന്ദ്രനെ മനഃപൂർവ്വം BJP നേതൃത്വം കൊണ്ടുവന്നത്. തോൽപ്പിക്കാൻ പറ്റില്ലെന്നറിയാം. എന്തായാലും വിജയം നമ്മൾ സർവേ പറഞ്ഞിരിക്കുന്നത് രാഹുൽ തന്നെ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പൊതുവായിട്ടുള്ള 8 മണ്ഡലങ്ങൾ എടുത്ത ചർച്ചയിൽ പറഞ്ഞത് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ മാർജിൻ കൂടും, ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം തിരുത്തി പറയേണ്ട അവസ്ഥയാണ്. കാരണം ആനിരാജയുടെ ഒരു പ്രസൻസ് അവിടെ എത്രത്തോളം രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്കന്ന് സംശയം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഇടിവെട്ടിയുടെ പാമ്പോട് കടിച്ചെന്ന് പറയുന്നത് സുരേന്ദ്രൻ്റെ കൂടെ ഒരു വരവ് വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഗ്രാഫ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞതിനേക്കാൾ താഴേക്ക് വരും എന്നാണ് നമ്മുടെ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. സാർ, നമുക്കിനി വരേണ്ടത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. V വാസിഫ് CPM-ന് വേണ്ടി എത്തുന്നു. ഡോക്ടർ അബ്ദുൽ സലാം BJPയുടെ സ്ഥാനാർത്ഥി. നമ്മുടെ സർവേ ഫലം അനുസരിച്ച് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ET മുഹമ്മദ് ബഷീർ ജയിക്കുമെന്നാണ് സർവേ ഫലം. തീർച്ചയായിട്ടും അതിന് വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല മലപ്പുറത്തെ സംബന്ധിച്ച്. കാരണം മലപ്പുറം ഒരു മുസ്ലിം ലീഗ് കുത്തക മണ്ഡലമാണ്. അവിടെ വേറൊന്നും പറയാനില്ല. കാരണം ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും, പിന്നെ തന്നെയല്ല പൊന്നാനിയിൽ നിന്നാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റി മലപ്പുറത്തേക്ക് ഇത്തവണ വന്നത്. ഇനി പൊന്നാനിയിൽ നിന്നാലും മലപ്പുറത്ത് നിന്നാലും ET മുഹമ്മദ് ബഷീർ ജയിക്കുന്ന കാര്യത്തിൽ വേറെ പച്ചക്കൊടിയുടെയാണ്. തന്നെ ഇപ്പോൾ വസീഫ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാറ്റം ഒന്നും സൃഷ്ടിക്കാൻ LDF-നോട് സാധിക്കുകയില്ല. BJPക്ക് വന്ന സ്ഥാനാർത്ഥിയും അബ്ദുൽ സലാം. അദ്ദേഹം കുറച്ച് വോട്ടുകൾ പിടിക്കും എന്ന് കവിഞ്ഞ് ഈ ET മുഹമ്മദ് ബഷീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സാരമായി ബാധിക്കുന്ന എന്തെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് നേരെ വരേണ്ടത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് MP അബ്ദുൾ സമദാനി.
KS ഹംസയാണ് CPM-ന് വേണ്ടി, നിവേദിത സുബ്രഹ്മണ്യൻ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു. നമ്മുടെ സർവേ ഫലം അനുസരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ MP അബ്ദുൾ സമദ് സമദാനി വിജയിക്കും എന്നതാണ്. അതിപ്പോൾ മലപ്പുറം പറഞ്ഞ പോലെ തന്നെ പൊന്നാനി വേറെ കൂടുതലൊന്നും പറയാനില്ല. അതിനകത്ത് ഈ നിവേദിത സുബ്രഹ്മണ്യം BJP-യുടെ നല്ലൊരു കാൻഡിഡേറ്റാണ്. മറ്റേ അദ്ദേഹം കാൻഡിഡേറ്റ് നല്ല ഹംസ നല്ല സ്ഥാനാർത്ഥി അല്ലെന്നല്ല പറയണത്. എന്നിരുന്നാലും കുറച്ച് ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ആൾ കൂടിയാണ് അബ്ദുൾ സമദ് സമദാനി. പക്ഷേ ആ ഭഗവത്ഗീതയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത, വിജയം ഉറപ്പ് 100%. അതേസമയത്ത് ഈ മാർജിൻ കൂട്ടാനുള്ള സാധ്യതയെ ഈ നിവേദിതയുടെ വരവോടുകൂടി കുറച്ച് അതിനെ മങ്ങലേൽപ്പിക്കും. അതിൻ്റെ കാരണം പൊന്നാനി മണ്ഡലത്തിലേക്ക് ഇപ്പോൾ വേറെ 1-2 മണ്ഡലം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കുറച്ച് ഹിന്ദു മെജോറിറ്റി ഉള്ള മണ്ഡലം കൂടി വന്നു. ആ വോട്ടുകളുടെ ചോർച്ച നിവേദിതയിലേക്ക് പോകുമ്പോൾ BJP-ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ച് വോട്ടിൻ്റെ ശതമാനം കൂടുകയും ഇദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ വിജയം സുനിശ്ചിതമാണ്. അതിനകത്ത് അബ്ദുൾ സമദ് സമദാനി ആയതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ പോലും പൊന്നാനി മുസ്ലിം ലീഗിൻ്റെ ഒരു മണ്ഡലം തന്നെ മലപ്പുറം പോലെ അത് നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്താനേ സാധിക്കുള്ളൂ. അടുത്ത് നമുക്ക് വരേണ്ടത് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ സിറ്റിംഗ് MP VK ശ്രീകണ്ഠനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. M വിജയരാഘവൻ CPM-നും C കൃഷ്ണകുമാർ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു. നമ്മുടെ സർവേ ഫലം അവിടെ M വിജയരാഘവൻ CPM വിജയിക്കും എന്നുള്ളതാണ്. അതായത് സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠൻ പരാജയപ്പെടാനാണ് സാധ്യത. പാലക്കാട് നമ്മുടെ സർവേ ഫലമാണ്. സാറ് അതിനെക്കുറിച്ച് എന്താണ്? കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠനെ കാര്യമായിട്ട് UDF പോലും മൈൻഡ് ചെയ്ത ഒരാളല്ല. കാരണം ജയസാധ്യത ഉണ്ടാകുമെന്ന് ഒരിടത്ത് പോലും UDF മനസ്സിൽ കാണാത്ത സ്ഥലത്താണ് ശ്രീകണ്ഠൻ ജയിച്ചു വന്നത്. അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യുവജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായ സ്വാധീനവും ഒക്കെ കൂടിയാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി M വിജയരാഘവൻ വളരെ ശക്തനായ നേതാവാണ്, നല്ല സ്വാധീനമുള്ള നേതാവാണ്. അതിനോടൊപ്പം അവിടെ BJP-യുടെ കാൻഡിഡേറ്റ്, കാരണം BJP-യുടെ ഒരു മണ്ണാണ്, കൂടുതലും BJP-ക്ക് സ്വാധീനമുള്ള. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങൾ മലമ്പുഴയും പാലക്കാടും BJP രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. പിന്നെ ശ്രീ കൃഷ്ണകുമാർ അവിടെ കൗൺസിലർ തുടങ്ങി, അവിടെ മുനിസിപ്പൽ കൗൺസിലർ തുടങ്ങി പ്രവർത്തിച്ച് വന്ന് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്വാധീനമുള്ളൊരു വ്യക്തി കൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം വോട്ട് BJP അവിടെ നേടിയെടുക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്ന മെട്രോ ശ്രീധരനായിരുന്നു സ്ഥാനാർത്ഥി. BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണെന്ന് നോക്കണം. അവിടെ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ചെറിയ മാർജിനിലെങ്കിലും വിജയരാഘവൻ ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വരും, മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ 9ാമത് ആലത്തൂരിനെ കുറിച്ച് പറയാം. ആലത്തൂർ രമ്യ ഹരിദാസ് സിറ്റിംഗ് MP ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. K രാധാകൃഷ്ണൻ CPM-ന് വേണ്ടി മത്സരിക്കുമ്പോൾ ഡോക്ടർ TN സരസു അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. രമ്യ ഹരിദാസിൻ്റെ ഒരു വിജയമൊക്കെ നമ്മൾ പല ചർച്ചയിലും പരിഗണിച്ചിരുന്നുവെങ്കിലും ആലത്തൂർ മണ്ഡലത്തിലെ സർവേ ഫലം നമുക്ക് നൽകുന്ന റിസൾട്ട് K രാധാകൃഷ്ണൻ CPM-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നതാണ് സർവേ ഫലം. എന്താണ് അങ്ങനെ ഒരു സാഹചര്യം? അതിൻ്റെ സാഹചര്യം, ഒന്നാമത്തെ സാഹചര്യം ഇടതുപക്ഷ മണ്ഡലമാണ് ആലത്തൂർ. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ഓളം, ഒന്ന് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ ചില പോരാഴികൾ, അതേപോലെ തന്നെ രമ്യ ഹരിദാസിൻ്റെ ഒരു യുവമുഖം, ഒരു യുവത്വം, പിന്നെ പാട്ടൊക്കെ പാടി രാഹുൽ ഗാന്ധി ട്രെൻഡ്, പിന്നെ പാട്ടൊക്കെ പാടി രാഹുൽ ഗാന്ധിയുടെ നോമിനിയായിരുന്നല്ലോ രമ്യ. അപ്പോൾ പാട്ടൊക്കെ പാടി ആളുകളെ സോപ്പിട്ട് കയ്യിലെടുത്ത് വന്നതുകൊണ്ട് 50%-ലേറെ വോട്ട് അവർ പിടിച്ചു എന്നുള്ളതാണ്. അവിടെ ആകെ പോൾ ചെയ്തതിൻ്റെ 50, 51, 52% വോട്ട് ഇവിടെ പിടിച്ചു. പക്ഷേ ഇപ്പോൾ അത്ര ഈസി അല്ല. അതിൻ്റെ കാരണം K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷത്തിൽ, പ്രത്യേകിച്ച് CPM-ന്റെ ഒരു സൗമ്യമുഖം, മുൻ ലോക്സഭാ സ്പീക്കർ, നിലവിലെ മന്ത്രി, അങ്ങനെ പല ഘടകങ്ങളും രമ്യ ഹരിദാസിന്റെ വിജയത്തെ സാരമായി ബാധിക്കും. BJP-യുടെ എൻട്രി അവിടെ വലിയ ചലനമൊന്നും സൃഷ്ടിക്കില്ല. കാരണം BJP-യുടെ കാൻഡിഡേറ്റ് തന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കാത്താണ് സരസു എന്ന് പറയുന്ന ഒരു വനിതാ പ്രതിനിധി അവിടെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ വലിയ ചലനം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ അവിടെ അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത്. പിടിച്ചെടുക്കും എന്നാണ്
മൊത്തത്തിൽ ഒരു അഭിപ്രായം. വിശകലനം എൻ്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് മാറ്റമില്ല. കാരണം ഈസി വേ അല്ല ഒരു കാരണവശാലും. 50% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു എന്നുള്ളതിന് ഘടകങ്ങൾ പലതുണ്ട്. അത് ഈ പ്രാവശ്യം ഒരിക്കലും ആവർത്തിക്കാൻ പോകുന്നില്ല. രാധാകൃഷ്ണൻ്റെ വരവോടുകൂടി അതിന് വലിയ മാറ്റം ഉണ്ടാകും. രാധാകൃഷ്ണൻ ജയിക്കാനാണ് സാധ്യത.